അയ്യളന സിയാബഹുന്ന, അവരുടെ മേൽപ്പുടവകളുണ്ടല്ലോ, മൂടപ്പുടവകൾ, അതായത് മൂടിയിട്ട പർദ്ദയുടെ മുകളിലിട്ട വസ്ത്രങ്ങൾ, സാധാരണ യുവതികളോടൊക്കെ മേലൂടെ ഇടാൻ പറഞ്ഞ ആ വസ്ത്രങ്ങൾ അതവര് മാറ്റിവെക്കുന്നതിൽ ഇങ്ങനെയുള്ള സ്ത്രീകളാണെങ്കിൽ കുറ്റമില്ല. എന്നാലും അവരുടെ ആഭരണങ്ങളോ അവരുടെ സൗന്ദര്യ വസ്തുക്കളോ പ്രദർശിപ്പിക്കാതെയായിരിക്കണം. എന്നാൽ പോലും അതുപോലും ചെയ്യാതെ സൂക്ഷിച്ചിരിക്കലാണ് അവർക്ക് ഖൈർ. വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. എന്താണ് പറഞ്ഞു മനസ്സിലായോ? വൽ ഖവാഇദു മിനൻ നിസാ അല്ലാത്തി ലാ യർജൂന നിക്കാഹ. ഖവാഇദ് എന്ന് പറഞ്ഞാൽ പെരിയിൽ ഇരിക്കണ പെണ്ണുങ്ങൾ. ലാ യർജൂന നിക്കാഹ, നിക്കാഹിനെ പറ്റി ഒരു പ്രതീക്ഷയോ ആഗ്രഹമോ ഇല്ലാതെ, അതായത് അതിനകത്തും പ്രായക്കണെന്ന് അർത്ഥം. ഇനിയിപ്പോ അവരെ കെട്ടിച്ചെന്നുള്ളത് ചിന്തിക്കാൻ നമുക്കും കഴിയൂല, അവർക്കും കഴിയൂല. കാരണം അതിന് മാത്രം പ്രായമായി, വാർദ്ധക്യം ബാധിച്ചു, ആർത്തവൊക്കെ നിലച്ചു. അപ്പൊ ഇനിയൊരു വിവാഹത്തെക്കുറിച്ചോ നിക്കാഹിനെ കുറിച്ചോ ചിന്തിക്കാനോ പ്രതീക്ഷിക്കാനോ സാധ്യമല്ലാത്ത പ്രായത്തിൽ പൊരയിൽ കൂടിയിരിക്കുന്ന പെണ്ണുങ്ങൾ, അങ്ങനത്തെ വയസ്സായ സ്ത്രീകൾ. അങ്ങനത്തെ വയസ്സായ സ്ത്രീകൾ ചിലപ്പോ അവർ മുഖത്തു കൂടി പറഞ്ഞിട്ടില്ല, തലയിൽ കൂടി എന്തെങ്കിലും കൂടി മൂടിയിട്ടില്ല എന്ന് വിചാരിച്ചു കാണും കുറ്റമൊന്നുമില്ല എന്നാണ് അല്ലാഹു തആല പറയുന്നത്. പരീക്ക കാര്യങ്ങൾ കയറി വരുമ്പോ അങ്ങനത്തെ വയസ്സായ സ്ത്രീകളൊക്കെ ഉണ്ടാവുമല്ലോ, അവര് മുഖത്തു കൂടി മൂടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ടോ അവരുടെ വസ്ത്രം താഴെടുത്ത് വെച്ചു എന്ന് വിചാരിച്ചിട്ട് അവർക്ക് കുറ്റമൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും അവരാണെങ്കിൽ പോലും ഗൈറ മുതബർരിജാത്തിൻ ബിസീന, സീനത്ത് വെളിപ്പെടുത്തരുത് എന്നാണ് അല്ലാഹു പറഞ്ഞത്. അതായത് കുറെ ആഭരണം കഴുത്തിലും കാതിലും തലയിലും സ്വർണ്ണവും എല്ലാം കൂടി ഇട്ടുകാണ്ട് ചിലപ്പോ നമുക്ക് മനസ്സിലാവില്ലേ, ഏത് വയസ്സറ്റാളും എല്ലാം കൂടി ഇപ്പൊ തന്നത്തെ കാലം അതാണ്. ഒക്കെ നല്ല ചെറുപ്പക്കാറ്റാന്ന് തോന്നിപ്പിക്കാൻ പറ്റിയ പല പരിപാടി ഉണ്ട്. ഇപ്പൊ മൂത്തൊട്ടിച്ചതും പിന്നെ പൗഡറായിട്ടും ക്രീമായിട്ടും പല സാധനമുണ്ട്. അപ്പൊ അങ്ങനൊന്നും ചെയ്യരുത്. അതൊന്നും ചെയ്യാതെ സീനത്തൊന്നും കാണിക്കാതെ ഉള്ള കോലത്തിൽ ഇരിക്കണ വയസ്സായ സ്ത്രീകൾ അവരിപ്പോ മുഖം മറച്ചില്ല, അല്ലെങ്കിൽ ചിലപ്പോ തട്ടൊന്ന് ഊർന്നു പോയി എന്ന് വിചാരിച്ചിട്ട് അതിൽ കുറ്റല്ല എന്നാണ് അല്ലാഹു തആല പറയുന്നത്. എന്നാൽ പോലും അതുപോലും സംഭവിക്കാതെ വളരെ സൂക്ഷിച്ച് ജീവിക്കലാണ് അവർക്ക് ഖൈർ. ലൈസ അലൽ അഅ്മാ ഹറജുൻ വലാ അലൽ അറജി ഹറജ് വലാ അലൽ മരീലി ഹറജുൻ വലാ അലാ അൻഫുസികും അൻ തഖുലൂ മിൻ ബുയൂതികും ഔ ബുയൂതി ആബാഇകും ഔ ബുയൂതി ഉമ്മഹാതികും. ലൈസ അലൽ അഅ്മാ ഹറജ്, കണ്ണ് കണ്ടുകൂടാത്ത ഒരാളുടെ മേൽ കുറ്റമില്ല. വലാ അലൽ അറജി ഹറജ്, അതുപോലെ വികലാംഗനായ ഒരാളുടെ മേലിൽ കുറ്റമില്ല. വലാ അലൽ മരീലി ഹറജ്, അതുപോലെ രോഗികളായ ആളുകളുടെ മേൽ കുറ്റമില്ല. വലാ അലാ അൻഫുസികും, നിങ്ങളുടെ സ്വന്തം ശരീരത്തിന്റെ മേലിലും കുറ്റമില്ല. അൻ തഅകുലൂ മിൻ ബുയൂതികും, നിങ്ങളുടെ വീടുകളിൽ നിന്ന് ആഹാരം കഴിക്കുന്നതിൽ കുറ്റമില്ല. എന്താണിപ്പത്? എന്താ പതില്ലേ കുറ്റമുള്ള സംഗതിയാ? ഒന്നും മനസ്സിലാവണില്ല അല്ലേ? മനസ്സിലായിക്കോളും കുറച്ച് കഴിയുമ്പോൾ. അന്തകുലോമിമ്പുയോത്തിക്കും, നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ ആഹാരം കഴിക്കുന്നതിൽ. ഔ ബുയൂത്തി ആബായിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ബാപ്പമാരുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ ആഹാരം കഴിക്കുന്നതിൽ. ഔ ബുയൂത്തി ഉമ്മഹാത്തിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മമാരുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ ആഹാരം കഴിക്കുന്നതിൽ. ഔ ബുയൂത്തി ഇഖ്വാനിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ ആഹാരം കഴിക്കുന്നതിൽ. ഔ ബുയൂത്തി അഖവാത്തിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിമാരുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ ആഹാരം കഴിക്കുന്നതിൽ. ഔ ബുയൂത്തി അഅ്മാമിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ എളാപ്പമാരുടെ വീടുകളിൽ നിന്ന് ആഹാരം കഴിക്കുന്നതിൽ. ഔ ബുയൂത്തി അമ്മാത്തിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മായിമാരുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ ആഹാരം കഴിക്കുന്നതിൽ. ഔ ബുയൂത്തി അഖ്വാലിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മാവന്മാരുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ ആഹാരം കഴിക്കുന്നതിൽ. ഔ ബുയൂത്തി ഖാലാത്തിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ എളാമ മൂത്തമ്മമാരുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ ആഹാരം കഴിക്കുന്നതിൽ. ഔ മാ മലക്കത്തും മഫാത്തിഹു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീടിന്റെ ആദ്യ അധികാരവും കൈകാര്യവും നിങ്ങളുടെ കയ്യിലാണെങ്കിൽ ആ വീടുകളിൽ നിന്ന് നിങ്ങൾ ആഹാരം കഴിക്കുന്നതിൽ. ഔ സദീഖിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മമിത്രങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ ആഹാരം കഴിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. ലൈസ അലൈക്കും ജുനാഹുൻ അൻ തഅകുലൂ ജമീഅൻ ഔ അഷ്താതാ,
അവിടെ നിങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിക്കുന്നതിലോ ഒറ്റയായിട്ട് ആഹാരം കഴിക്കുന്നതിലോ നിങ്ങൾക്ക് കുറ്റമില്ല. ഫഇദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസികും, അങ്ങനെയുള്ള വീടുകളിൽ നിങ്ങൾ കടന്നു ചെന്നാൽ നിങ്ങളുടെ സ്വന്തം നഫ്സിന്റെ മേൽ നിങ്ങൾ സലാം ചൊല്ലണം. തഹിയ്യത്തൻ മിൻ ഇൻദില്ലാഹ് മുബാറകത്തുൻ തയ്യിബ, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹീതമായ വിശുദ്ധമായ ഒരു കാഴ്ച സമ്മാനമായിക്കൊണ്ട് കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്തി ലഅല്ലക്കും തഅഖിലൂൻ, ഇപ്രകാരം അല്ലാഹു അവന്റെ ആയാത്തുകൾ നിങ്ങൾക്ക് വെളിവാക്കി തരുന്നു നിങ്ങൾ ചിന്തിക്കുന്നവരായിരിക്കാൻ വേണ്ടി. ഇത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അല്ലാഹു തആല പറഞ്ഞതാണ്. അതായത് വീടുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്നതും പോകുന്നതും സമ്മതം വാങ്ങുന്നതിൻ്റെയൊക്കെ വിഷയങ്ങൾ ഗൗരവത്തോടെ അല്ലാഹു തആല താക്കീത് നൽകിയപ്പോൾ ആളുകൾ അങ്ങേയറ്റം പേടിച്ചു. അതോടുകൂടി ആൾക്കാർ പിന്നെ എവിടെയും പോകാതായി. പിന്നെ ഏത് വരെ പോകുന്നത് അവർക്ക് പേടിയാണ്. കാരണം പല പ്രശ്നങ്ങളും വരും. അല്ലാഹു തആല തുടക്കത്തിൽ തന്നെ വളരെ ഗൗരവത്തിലാണ് താക്കീത് നൽകിയിട്ടുള്ളത്. അപ്പൊ എല്ലാവരും അങ്ങേയറ്റം അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ കുറിച്ച് ഭയപ്പെട്ടു. അപ്പോ ചില ആളുകള് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ വാപ്പാന്റെ വരി പോകാൻ ആളില്ലാത്ത അങ്ങോട്ട് പോകാൻ അവർക്ക് ധൈര്യമില്ല. ഞാൻ അവിടെ പോയാൽ തന്നെ അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ പറ്റൂല എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ മക്കളെ വരിക്ക് പോകാൻ അവർക്ക് പേടി, അവിടെ പോയാൽ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ. ഇങ്ങനെ പല പ്രശ്നങ്ങൾ, ബന്ധുക്കളൊക്കെ ഉണ്ടാവില്ലേ, അടുത്ത ബന്ധുക്കളൊക്കെ ഉണ്ടാവില്ലേ, ഇങ്ങനെയുള്ള പല ബന്ധുക്കളുടെ വീടുകളിലും ചെന്നാൽ അവിടെ കയറി ചെല്ലാനും അവിടുന്ന് ആഹാരം കഴിക്കാനും ചിലപ്പോൾ വീട്ടിൽ ആളുണ്ടാവില്ല. വീട്ടിൽ ആളില്ലെങ്കിൽ തന്നെ അവിടുന്ന് ചിലപ്പോൾ വിശക്കുന്ന നേരത്തെ എന്തെങ്കിലും എടുത്ത് തിന്നാൻ പറ്റുമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെയെല്ലാം കൂടി ബേജാറായ സമയത്താണ് അല്ലാഹു തആല കുറെ വിട്ടുവീഴ്ചകളാണ് ചെയ്തത്. ആ വിട്ടുവീഴ്ചകളാണ് ഈ പറഞ്ഞതൊക്കെ. അതാണ് പറഞ്ഞത്. ചില ആളുകൾക്ക് സംശയം, സാധുക്കളായിരിക്കും, രോഗികൾ പോലെ കൂടി നിന്നാണ് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ, ചിലർക്ക് വെറുപ്പ്, ചിലർക്ക് മടി, ചിലർ കണ്ണു കണ്ടുകൂടാത്ത ആളുകളെ അവഗണിക്കുക. അപ്പൊ അവര് നമ്മളെ കൂടെ ഇരുന്ന് കഴിച്ചാൽ അതൊരു മോശമായിട്ട് കാണുക. ചില വികലാംഗരായ ആളുകളുണ്ടാവും, അപ്പൊ അവരെ മോശമായിട്ട് കാണുക. അവരെ കൂടെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കാൻ ചിലർ മടിക്കും, അവരല്ലെങ്കിൽ അവരെ സദസ്സിലേക്ക് വിളിക്കൂല. ഇങ്ങനെയെല്ലാം കൂടി സാമൂഹ്യ ജീവിതത്തിൽ അവർക്ക് കുറെ തെറ്റിദ്ധാരണകളും കുറെ സംശയങ്ങളും കുറെയൊക്കെ മാമൂൽ ചിന്തകളും ഇതെല്ലാം കൂടി വന്നപ്പോഴാണ് അല്ലാഹു തആല ആ ജാതി എല്ലാ അന്ധവിശ്വാസങ്ങളെയും കൈയൊഴിക്കാൻ വേണ്ടി അവരോട് പറഞ്ഞത്. അല്ലാഹു തആല പറഞ്ഞു, വലാ ലൈസ അലൽ അഅ്മാ ഹറജുൻ, ഒരാൾ അന്ധനാണെന്ന് വിചാരിച്ച ആൾക്ക് ഒരു കുറ്റം, ഞങ്ങളെ കൂടെ നിന്ന് ഭക്ഷണം കഴിക്കണത് എന്താ, കണ്ണുണ്ടൂടാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ മോശം വിചാരിക്കരുത്. കണ്ണ് കാണാത്ത ആളോ ഒപ്പം കുത്തുന്നതാണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ വിചാരിക്കാൻ പാടില്ല. നിങ്ങൾ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോളൂ, അവർക്ക് കുറ്റമില്ല. അതുപോലെ വലാ അലൽ അഅ്റജ് ഹറജ്, അഅ്റജ് പറഞ്ഞാൽ വികലാംഗൻ, വികലാംഗന്റെ കൂടെ ഇരുന്നിട്ട് ആഹാരം കഴിക്കുന്നതിന് ഒരു കുറ്റമില്ല. വലാ അലൽ മരീൽ ഹറജ്, രോഗിയുടെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു കുറ്റമില്ല. അതൊക്കെ ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും, എന്താ നമ്മൾ അവരെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് അറപ്പും വെറുപ്പായിട്ട് കാണുന്നത്. അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. കാരണം ഇതൊക്കെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. രോഗം കൊടുക്കുന്നവൻ അള്ളാഹുവാണ്, വൈകല്യം കൊടുക്കുന്നവൻ അള്ളാഹുവാണ്, അന്ധത കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. ഇതൊക്കെ നാളെ നമ്മൾക്കും സംഭവിക്കാവുന്നതാണ്. അതുകൊണ്ട് ഒരാളെയും നിങ്ങൾ എന്ത് ചെയ്ത് വെറുപ്പ് കാണിച്ചു കണ്ട് അകറ്റ് അല്ലെങ്കിൽ വസ്വാസ് കാണിക്കൊന്നും ചെയ്യാൻ പാടില്ല. ഇതിലൊന്നും ഒരു കുറ്റമില്ല. അതുപോലെ വലാല അംഫുസിക്കും അൻ തഅ്കുലൂ മിൻ ബുയൂതിക്കും, നിങ്ങളുടെ വീടുകൾ, അതായത് നിങ്ങളുടെ വീട് പറഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെ വീടുകൾ, ആ മക്കളുടെ വീടുകളിൽ നിന്ന് ആഹാരം കഴിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. അത് മക്കളതല്ലേ, അതിപ്പോ അവൻ്റെതല്ലേ, ഓ നയിച്ചു കടന്നതല്ലേ, എനിക്ക് നിർത്താൻ പറ്റുമെന്ന് വിചാരിക്കണം, നിങ്ങളെ മക്കൾ തന്നെയാണ്. കാരണം അങ്ങനെ കഴിക്കുന്നതിലാണ് സ്നേഹബന്ധം നിലനിൽക്കുന്നത്. ചില ആളുകളുണ്ടാവുന്നത് മോൻ്റെ ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് ഇന്ത്യക്ക് തന്നെ ഉണ്ട് വിചാരിച്ചു, അങ്ങനൊന്നും വിചാരിക്കണ്ട, മോൻ്റെതൊക്കെ നിങ്ങൾ തന്നെയാണ്. അവൻ അധ്വാനിച്ചാണ്, ശരി തന്നെ. അത്ര വലിയൊരു കിബിർ മക്കളോട് കാണിക്കാൻ പാടില്ലല്ലോ. അവനാന്റെ മക്കളതല്ലേ. ചില ആളുകൾ അങ്ങനെ പ്രതാപം കാണിക്കുന്നുണ്ടല്ലേ. ചിലപ്പോൾ പറയും എനിക്കും അവൻ്റെ ഒരു പൈസയും വേണ്ട, എന്നിട്ട് വളരെ കിടങ്ങേറായിക്കാണ്ട് ഒരു വലിയ അഭിമാനമായി കണ്ടുകാണ്ട് ഒന്നും ഒരു മക്കൾ കൊടുക്കുന്ന ഒന്നും സ്വീകരിക്കാതെ ഒക്കെ എൻ്റെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ. നിങ്ങളതൊക്കെ തന്നെ നല്ലത് തന്നെ, പക്ഷെ എന്ത് വിചാരിച്ചാണ് മക്കൾ എന്തെങ്കിലും സമ്മാനം ഒന്നും സ്വീകരിക്കാതിരിക്കേ, ഓലെ പെരയുന്ന ഭക്ഷണം കഴിക്കാതിരിക്കേ, അത് അവൻ്റെതല്ലേ വിചാരിച്ചാണ് മാറ്റി നിർത്തുക. ഒന്നും ചെയ്യരുത്. മക്കളുടെ വീടുകളിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, അത് അവരുണ്ടായാലും ഇല്ലെങ്കിലും കഴിക്കാം, സമ്മതം ചോദിക്കേണ്ടതില്ല. മക്കൾ നയിച്ചു കൊടുന്ന പോലെ വരി ചൊല്ലുമ്പോൾ അവിടെ നിങ്ങൾ ആരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ കഴിക്കാം, അതിലൊന്നും വിരോധമല്ല. കാരണം അതാണ് ശരിക്കുള്ള സ്നേഹബന്ധം.